എല്ലാവർക്കും സ്വാഗതം. യഥാർത്ഥ അർപ്പണം അഥവാ പൂർണ്ണമായ സമർപ്പണം എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിൽ നമ്മുടെ സ്രോതസ്സിൽ പറഞ്ഞിരിക്കുന്ന അർപ്പണം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് വളരെ രസകരമായി ഒന്ന് പരിശോധിക്കാം. ഇത് കേവലം ഒരു വാക്ക് മാത്രമല്ല കേട്ടോ, മനുഷ്യന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. ചരിത്രപരമായി ചില ഉദാഹരണങ്ങളിലൂടെയും 3 വ്യക്തമായ നിയമങ്ങളിലൂടെയും നമുക്കിത് വിശദമായി തന്നെ നോക്കാം. ശരി, നമുക്ക് നേരെ ഇതിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കുന്നത് അർപ്പണത്തിന്റെ യഥാർത്ഥ അർത്ഥം, ബൈബിളിൽ നിന്നുള്ള 3 പ്രധാന ഉദാഹരണങ്ങൾ, പിന്നെ യഥാർത്ഥ സമർപ്പണത്തിന്റെ 3 പ്രായോഗിക നിയമങ്ങളായ ദൈവത്തിന്റെ സ്വീകാര്യത, വാഗ്ദാനങ്ങൾ നിറവേറ്റൽ, ഒപ്പം ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കാതിരിക്കൽ എന്നിവയാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം, അർപ്പണത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? അർപ്പണം എന്ന ആശയത്തിന്റെ ഉത്ഭവം തന്നെ വാക്കുകളുടെ അർത്ഥത്തിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് നമ്മുടെ സ്രോതസ്സ് വ്യക്തമാക്കുന്നുണ്ട്. ഹീബ്രു ഭാഷയിലെ ഏനോക്ക് അഥവാ ഹെനോക്ക് എന്ന പേര് തന്നെ ഉദാഹരണമായി എടുക്കാം. ഇതിന്റെ അർത്ഥം തന്നെ അർപ്പണം അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് എന്നാണ്. പണ്ടുകാലത്ത് മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് ചുമ്മാ അങ്ങ് പേരിടുകയായിരുന്നില്ല, മറിച്ചൊരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ് പേരിട്ടിരുന്നത്. തങ്ങളുടെ മക്കളെ ദൈവത്തിനായി സമർപ്പിക്കുന്നു എന്ന വലിയൊരു അർത്ഥം അതിലുണ്ടായിരുന്നു. അതായത് ഈ അർപ്പണം എന്ന് പറയുന്നത് വെറുമൊരു പ്രവൃത്തി മാത്രമല്ല, അതൊരു ജീവിത ലക്ഷ്യമായി മാറണം. അർപ്പണത്തിന്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ചരിത്രത്തിൽ ആരാണിത് യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയത് എന്നതിലേക്ക് നമുക്ക് നീങ്ങാം. ബൈബിളിലെ 3 പ്രധാന ഉദാഹരണങ്ങൾ നോക്കാം. ചരിത്രത്തിൽ 3 വ്യത്യസ്തതരം അർപ്പണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ഏനോക്ക്. തന്റെ 65ാമത്തെ വയസ്സിൽ സമർപ്പണം തീരുമാനിച്ച അദ്ദേഹം ഒന്ന് ആലോചിച്ചു നോക്കൂ, 300 വർഷത്തോളമാണ് ദൈവത്തോടൊപ്പം നടന്നത്. ഇതൊരു ചെറിയ കാലയളവല്ല കേട്ടോ. 2, ശമൂവേൽ. ഇവിടെ ശമൂവേൽ സ്വയം സമർപ്പിക്കുകയായിരുന്നില്ല, മറിച്ച് അമ്മയായ ഹന്ന അവനെ ജനനത്തിനു മുൻപേ തന്നെ ദേവാലയത്തിനായി സമർപ്പിച്ചു. മാതാപിതാക്കളുടെ അർപ്പണം എങ്ങനെയാണ് മക്കളിലൂടെ വെളിപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും മികച്ച തെളിവാണിത്. മൂന്നാമത്തേത്, സാക്ഷാൽ യേശുക്രിസ്തു. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി യേശു സ്വയം സമർപ്പിക്കുകയായിരുന്നു. യേശുക്രിസ്തുവിന്റെ ഈ സമർപ്പണം ഏറ്റവും വ്യക്തമാകുന്നത് ഈ വാക്കുകളിലൂടെയാണ്. സ്രോതസ്സിൽ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നതുപോലെ യേശു പറയുകയാണ്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എന്റെ ആഹാരം. ശരിക്കും ഒന്ന് ആലോചിച്ചാൽ, തന്റെ സ്വന്തം ജീവനേക്കാളും ശാരീരിക ആവശ്യങ്ങളെക്കാളും വലുത് ദേവിഹിതം ചെയ്യുന്നതാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണിവിടെ. തന്റെ 12ാമത്തെ വയസ്സിൽ തന്നെ ദേവാലയത്തിൽ വെച്ച് യേശു ഈ വലിയ ജീവിത ലക്ഷ്യം തിരിച്ചറിഞ്ഞിരുന്നു എന്നത് വളരെ അതിശയിപ്പിക്കുന്നൊരു കാര്യമാണ്, അല്ലേ? ഈ ഉദാഹരണങ്ങളെല്ലാം വളരെ മനോഹരമായി ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. ഈ അർപ്പണമെന്ന് പറയുന്നത് പെട്ടെന്നെടുക്കുന്ന വെറുമൊരു വൈകാരികമായ തീരുമാനമല്ല. സ്രോതസ്സിൽ നൽകിയിരിക്കുന്ന ഈ 3 പ്രായോഗിക ഘട്ടങ്ങളിലൂടെയാണ് അത് കടന്നുപോകേണ്ടത്. ഒന്നാമതായി, നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. രണ്ടാമതായി, ആ സമർപ്പണം ദൈവം സ്വീകരിക്കുന്നതുവരെ കാത്തിരിക്കുക. മൂന്നാമതായി, ഒരു തവണ സമർപ്പിച്ചാൽ പിന്നെ എന്ത് സംഭവിച്ചാലും പിന്തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടക്കുക. നമുക്ക് ഈ ഓരോ ഘട്ടങ്ങളും വിശദമായി തന്നെ നോക്കാം. ഇതിലെ ആദ്യത്തെ പ്രധാന നിയമത്തിലേക്ക് വരാം, ദൈവത്തിന്റെ സ്വീകാര്യത. അർപ്പണമെന്നത് മനുഷ്യൻ നൽകുന്ന വെറുമൊരു കാഴ്ച മാത്രമല്ല, അതിന് ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അംഗീകാരം കൂടിയേ തീരുമെന്ന് സ്രോതസ്സിൽ പറയുന്നു. ഇത് മനസ്സിലാക്കാൻ ഹാബേലിന്റെ ഉദാഹരണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ ദൈവത്തെ സേവിക്കാനോ എന്തെങ്കിലും നൽകാനോ സ്വയം തീരുമാനിച്ചാൽ മാത്രം പോരാ, ദൈവം അതിൽ തന്റെ അംഗീകാര മുദ്ര പതിപ്പിക്കണം. ഹാബേലും കയീനും വഴിപാടുകൾ അർപ്പിച്ചെങ്കിലും ഹാബേലിന്റെ അർപ്പണം മാത്രമാണ് ദൈവം സ്വീകരിച്ചത്. കാരണം അത് ശരിയായ മനസ്സോടെയുള്ളതായിരുന്നു. നിങ്ങളുടെ സമർപ്പണത്തിന് ദൈവത്തിന്റെ ഈ സ്വീകാര്യത ലഭിക്കുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത്. ഇനി നമുക്ക് 2ാമത്തെ നിയമത്തിലേക്ക് കടക്കാം, നേർച്ചകളും വാഗ്ദാനങ്ങളും നിറവേറ്റുക. നമ്മൾ ദൈവത്തോട് ചെയ്യുന്ന പ്രത്യേക വാഗ്ദാനങ്ങളും നേർച്ചകളും എന്ത് വില കൊടുത്തും നിറവേറ്റുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേർച്ച നേർന്നിട്ട് അത് നിറവേറ്റാതിരിക്കുന്നതിനേക്കാൾ നല്ലത് നേർച്ച തീരെ നേരാതിരിക്കുന്നതാണ് എന്ന് സഭാപ്രസംഗിയുടെ പുസ്തകം 5ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അതൊരു വലിയ കാര്യമായി നമുക്ക് തോന്നാം. എന്നാൽ വെറുതെ വാക്കുകൾ നൽകുകയും പിന്നീടത് പാലിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല എന്ന് സ്രോതസ്സിൽ വളരെ ശക്തമായി തന്നെ പറയുന്നുണ്ട്. ഇതിന് തെളിവായി ചില സുപ്രധാന ബൈബിൾ ഭാഗങ്ങൾ തന്നെ സ്രോതസ്സിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശമൂവേലിനെ ദൈവത്തിന് നൽകാമെന്ന് ഹന്ന ചെയ്ത നേർച്ച, ബേഥേലിൽ വെച്ച് യാക്കോബ് ദൈവത്തോട് ചെയ്ത വാഗ്ദാനം, അതുപോലെ നസീർ വ്രതമെടുക്കുന്ന ആളുകൾ തങ്ങളെ തന്നെ വേർതിരിക്കുന്ന രീതി.
ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു പ്രത്യേക സമയത്തും സ്ഥലത്തും വെച്ച് ദൈവത്തോട് ചെയ്യുന്ന വാഗ്ദാനങ്ങൾക്ക് വലിയ വിലയുണ്ടെന്നും അവ എളുപ്പത്തിൽ ലംഘിക്കാനുള്ളതല്ല, മറിച്ച് ജീവാവസാനം വരെ കാത്തുസൂക്ഷിക്കാനുള്ളതാണെന്നുമാണ്. ഇവിടെ വളരെ കൗതുകകരമായ ഒരു കാര്യമുണ്ട്. വാഗ്ദാനം പാലിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ സ്രോതസ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ പ്രശസ്തമായ ഒരു പഴഞ്ചൊല്ലാണ്. ജീവൻ പോയാലും വാക്ക് മാറരുത്, അഥവാ പ്രാൺ ജായേ പർവചൻ ന ജായേ. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമാണെങ്കിലും അർപ്പണത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നിത് നമുക്ക് കാട്ടിത്തരുന്നു. നമ്മൾ നൽകിയ വാക്ക് ശരിക്കും നമ്മുടെ ജീവനേക്കാൾ വിലപ്പെട്ടതായിരിക്കണം, അല്ലേ? ഇനി യഥാർത്ഥ അർപ്പണത്തിന്റെ അവസാനത്തേതും ഏറ്റവും കർശനമായ നിയമത്തിലേക്ക് നമുക്ക് കടക്കാം. അതാണ് പിന്തിരിഞ്ഞു നോക്കാതിരിക്കുക. ഒരർത്ഥത്തിൽ ഇതൊരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ് കേട്ടോ. ഇതിനായി സ്രോതസ്സ് ചൂണ്ടിക്കാണിക്കുന്ന ലോത്തിന്റെ ഭാര്യയുടെ കഥ നമുക്കെല്ലാവർക്കും വലിയൊരു പാഠമാണ്. നാശത്തിൽ നിന്നും രക്ഷപ്പെടാനായി മുന്നോട്ടു പോകുമ്പോൾ അവർ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് സംശയിക്കുകയോ ഉപേക്ഷിച്ചു പോന്ന കാര്യങ്ങളെക്കുറിച്ചോർത്ത് സങ്കടപ്പെടുകയോ ചെയ്യരുത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അർപ്പണം എന്നതെപ്പോഴും മുന്നോട്ടുള്ളൊരു യാത്ര മാത്രമാണ്. അതിൽ പുറകോട്ടുള്ള നോട്ടത്തിന് സ്ഥാനമേ ഇല്ല. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ വളരെ ശക്തമായൊരു ചിന്തയോടെ ഇന്നത്തെ എക്സ്പ്ലെയിനർ നമുക്ക് അവസാനിപ്പിക്കാം. കലപ്പയിൽ കൈവച്ചതിനു ശേഷം നിങ്ങൾ പിന്തിരിഞ്ഞു നോക്കുകയാണോ? സത്യത്തിൽ ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ, അർപ്പണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതോ അർപ്പണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പഴയ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണോ? നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും സമർപ്പണങ്ങളെയും കുറിച്ച് ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ. നിങ്ങൾക്കെന്ത് തോന്നുന്നു?